ഈ സിനിമാ കഥകൾ ഇങ്ങനെ പറയുന്നത് അന്ന് ഭയങ്കര ഹരമായിരുന്നു. കാരണം എല്ലാ പടം എല്ലാവരും കാണാനുള്ള ഫെസിലിറ്റി ഇല്ല. ഞങ്ങൾക്കാണ് തിയേറ്റർ ആക്സസിബിലിറ്റി ഉള്ളത്, അവർക്ക് ടി വി ഉണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചാൽ നമ്മൾ കണ്ട പുതിയ പടങ്ങൾ എന്തെങ്കിലും കണ്ടിട്ട് അതോടെ പോയി വിളമ്പുക എന്നുള്ളതാണ്. അപ്പോൾ അവൻ കണ്ടിട്ടുള്ള ഹിന്ദി സിനിമകളുടെയും നായകന്മാരെ അവൻ ഓർത്ത് വെച്ചു. അപ്പം ഈ നായകൻ ആരെ കരുത്തുന്നുള്ളൊരു ഫൈറ്റ് ഉണ്ട് നമ്മളുടെ ഇടയിൽ. നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചിരഞ്ജീവിയുടെ പടം, ചിരഞ്ജീവിയുടെ എ ഹീറോ എന്നൊരു പടം, ഘരാന മുകുഡു എന്നൊരു തെലുങ്ക് പടം ഡബ് ചെയ്ത്. അന്ന് ചിരഞ്ജീവിക്ക് പാൻ ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ട്. പുള്ളിയാണ് ഫസ്റ്റായിട്ട് 1 crore എന്നുള്ളൊരു മാജിക്കൽ ഫിഗർ റെമ്യൂണറേഷൻ വാങ്ങിക്കുന്ന സ്റ്റാറാണ് പുള്ളി. പുള്ളിക്ക് ഹിന്ദിയിൽ പുള്ളി പടം ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് ഈ പറയുന്ന ഡബ്ഡ് വേർഷൻസിൽ തമിഴിൽ തെലുങ്കിലും കന്നഡയിലും ഒക്കെ പുള്ളിക്ക് റീച്ചുണ്ട്. അങ്ങനെ മലയാളത്തിൽ പുള്ളി എ ഹീറോ ഡബ് ചെയ്തിറക്കി. ഭയങ്കര ഹിറ്റാണ്, തിയേറ്റർ ഹിറ്റായത്. മമ്മൂട്ടി മോഹൻലാൽ പടം ഓടുന്ന ഹിറ്റാണ്. അപ്പോൾ അത് ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചു, വീട്ടിൽ നിന്ന് അപ്പം കൊണ്ടുപോയി കാണിച്ചു. അപ്പം നമ്മൾ പോയി വന്നിട്ട് എല്ലാ നായകന്മാരെയും വെട്ടുന്നൊരു നായകൻ വന്നിട്ടുണ്ട്, ചിരഞ്ജീവിയെ. പുള്ളി ഇടിച്ചു തോപ്പിക്കുക ആർക്കും പറ്റത്തില്ല. ചിരഞ്ജീവി എന്നൊക്കെ പറഞ്ഞ നമ്മുടെ കണ്ണിൽ അന്നത്തെ സൂപ്പർ ഹീറോ പുള്ളിയാണ്. കാരണം പുള്ളി നമ്മൾ ഭയങ്കര ഫൈറ്ററാണ് പുള്ളി. പുള്ളി ഭയങ്കര ഡാൻസറുമായിരുന്നു കേട്ടോ, നല്ല ഡാൻസറുമായിരുന്നു പുള്ളി. അപ്പം നമ്മളിങ്ങനെ ഈ പറയുന്ന കാർഡ് വെക്കുന്ന വല്ല കളിയാണ്. ഞങ്ങളുടെ ചിരഞ്ജീവി 30 പേരെ ഇടിക്കും, നിങ്ങളുടെ സ്റ്റാർ എത്ര പേരെ ഇടിക്കും എന്നുള്ള ആ രീതിയിലായിരുന്നു ടോക്കൊക്കെ. ഗുഡ് ഓൾഡ് ഡേയ്സ്, ചൈൽഡ്ഹുഡ് ഡേയ്സ്.